കുടുംബ സന്ദർശന വിസ പുതുക്കുന്നതിന് ആശ്രിത ലെവി ബാധകമല്ലെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ സ്പോൺസർഷിപ്പിലുള്ള കുടുംബാംഗങ്ങൾക്കും ഗാർഹിക തൊഴിലാളികൾക്കുമാണ് ലെവി ബാധകമെന്നും വ്യക്തമാക്കി. ആശ്രിത ലെവി കുടുംബ സന്ദർശന വിസയിൽ കഴിയുന്നവർക്ക് ബാധകമല്ലെന്ന് പാസ്പോർട്ട് ടെക്നിക്കൽ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഖാലിദ് അൽ സൈഖാൻ പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിലുള്ള വിദേശികളുടെ ആശ്രിത വിസയിൽ കഴിയുന്ന മുഴുവൻ അംഗങ്ങൾക്കും ലെവി ബാധകമാണ്. ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഹൗസ് ഡ്രൈവർ, ഹൗസ് മെയ്ഡ് എന്നിവരെ നിയമിക്കാൻ അവകാശമുണ്ട്. ഇവർക്കും ലെവി ബാധകമാണ്. എന്നാൽ സ്വദേശി പൗരന്മാരുടെ കീഴിലുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ലെവി ബാധകമല്ല. റെസിഡന്റ് പെർമിറ്റ് പുതുക്കുന്ന വേളയിൽ 1 വർഷത്തെ ലെവി അടയ്ക്കണം. അല്ലെങ്കിൽ റീ എൻട്രി, ഫൈനൽ എക്സിറ്റ് വിസ എന്നിവ നേടുന്നതിന് പാസ്പോർട്ട് വകുപ്പിനെ സമീപിക്കുമ്പോൾ ലെവി അടയ്ക്കണം. കുടുംബ സന്ദർശന വിസ പുതുക്കുന്നതിന് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഓൺലൈനിൽ സന്ദർശന വിസ പുതുക്കുന്നവർ 100 റിയാൽ ഫീസിന് പുറമെ ഇൻഷുറൻസ് തുകയും അടയ്ക്കണം. ഇതു സംബന്ധിച്ച് പണമടയ്ക്കുന്ന വേളയിൽ ബാങ്കിൽ അറിയിക്കണം. ഇൻഷുറൻസ് തുകയുടെ അക്കൗണ്ടിലാണ് പണം അടച്ചതെന്ന് ഉറപ്പുവരുത്തണമെന്നും ഖാലിദ് അൽ സൈഖാൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റിനിൽ പേയ്മെന്റ് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി റിപ്പോർട്ട്. 55% വർധനവാണ് ഈ വർഷം ഉണ്ടായത്. ബഹ്റിനിൽ 2015-ലെയും 2016-ലെയും ഇലക്ട്രോണിക് പണമിടപാടുകളെ അപേക്ഷിച്ച് ഈ വർഷം വലിയ തോതിൽ വർധനവുണ്ടായതായി ഗവൺമെന്റ് ആൻഡ് ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം 55% വർധനവുണ്ടായതായാണ് റിപ്പോർട്ട്. വിവിധ പേയ്മെന്റ് സംവിധാനങ്ങൾ വഴി 46 ദശലക്ഷം ദിനാറിന്റെ ഇലക്ട്രോണിക് പണമിടപാടുകളാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത്. 2016-ൽ 6,48,000 സാമ്പത്തിക ഇടപാടുകളാണ് പേയ്മെന്റ് വഴി നടന്നത്. ഈ സംവിധാനത്തിലൂടെ സമയനഷ്ടവും ശാരീരിക ക്ലേശവും ഒഴിവാക്കാൻ സാധിക്കുമെന്നതിനാൽ ജനങ്ങൾ കൂടുതലായും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രോണിക് പണമിടപാടുകളോട് ജനങ്ങൾക്കുള്ള താൽപര്യം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. ബഹ്റിനിൽ ശാരീരിക വൈകല്യമുള്ളവരെയും വൃദ്ധരെയും ട്രാഫിക് പിഴയിൽ നിന്ന് ഒഴിവാക്കുന്നു. പാർലമെന്റിന്റെ ജനപ്രതിനിധി സഭ ഇത് സംബന്ധിച്ച നിർദ്ദേശം പാസാക്കി. ബഹ്റിനിൽ അടുത്തിടെ ഗതാഗത രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് മന്ത്രാലയം നടപ്പാക്കിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ഡയറക്ടറേറ്റിന്റെ ശാരീരിക വൈകല്യമുള്ളവരെയും വൃദ്ധരെയും ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന് അനുകൂലമായാണ് പാർലമെന്റിൽ അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. തെറ്റായ സ്ഥലത്തു പാർക്കിംഗ് നടത്തുന്ന വൃദ്ധരെയും ശാരീരിക വൈകല്യമുള്ളവരെയും പിഴയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പുതിയ നിർദ്ദേശം. ഇതിനായി നിലവിലുള്ള ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ 56 ഭേദഗതി വരുത്തണമെന്നാണ് ആവശ്യം. പാർലമെന്റിന്റെ വിദേശകാര്യ, പ്രതിരോധ, ദേശസുരക്ഷാ സമിതി, ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ്, തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം എന്നിവിടങ്ങളിലെ പരിശോധനകൾക്ക് ശേഷമാണ് ബില്ല് പാർലമെന്റിൽ സമർപ്പിച്ചത്. നിയമം നിലവിൽ വരുമ്പോൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൾ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിക്കും. വൃദ്ധർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രത്യേക സംവിധാനമൊരുക്കും. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. ബഹ്റിനിൽ ചെമ്മീൻ പിടുത്ത സീസണ് ഓഗസ്റ്റിൽ തുടക്കമാകും. അതിനോടനുബന്ധിച്ച് ചെമ്മീൻ പിടുത്ത ലൈസൻസ് കാലാവധി കഴിഞ്ഞ മത്സ്യബന്ധന ബോട്ടുകളുടെ ലൈസൻസ് ഇന്നു മുതൽ പുതുക്കി നൽകും. ബഹ്റിനിൽ 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ചെമ്മീൻ പിടുത്ത സീസണ് ഓഗസ്റ്റിൽ തുടക്കമാകും. ഇത് ഫെബ്രുവരി 1 വരെ നീണ്ടുനിൽക്കും. രാജ്യത്ത് വാർഷിക ചെമ്മീൻ പിടുത്ത നിരോധനം 4 മാസത്തിൽ നിന്ന് 6 മാസമായി ദീർഘിപ്പിച്ചത് ഈ വർഷം മുതലാണ്. ഇത് പ്രകാരം സെപ്റ്റംബർ 15-നായിരുന്നു നിരോധനം അവസാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ ബദൽ സംവിധാനം വേണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് നിരോധനം നേരത്തെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ പിടുത്തത്തിന് രാജ്യത്തേർപ്പെടുത്തുന്ന വാർഷിക നിരോധന കാലയളവിൽ മാറ്റം വരുത്താനുള്ള പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ചെമ്മീൻ പിടിക്കുന്നതിനുള്ള ലൈസൻസ് ഇന്നു മുതൽ പുതുക്കി നൽകും. പൊതുമരാമത്ത്, മുനിസിപ്പാലിറ്റി കാര്യ, നഗരാസൂത്രണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൃഷി സമുദ്രോൽപ്പന്ന ഓഫീസിൽ നിന്നാണ് ലൈസൻസുകൾ പുതുക്കേണ്ടത്. ചെമ്മീൻ പിടുത്ത ലൈസൻസ് കാലാവധി കഴിഞ്ഞവരാണ് ഈ ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ബഹ്റിനിൽ 263 ചെമ്മീൻ പിടുത്ത ബോട്ടുകൾക്കാണ് ലൈസൻസ് ഉള്ളത്. 1315 പ്രവാസി തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. സൗദി തലസ്ഥാനമായ റിയാദിൽ അക്രമവും അഴിഞ്ഞാട്ടവും നടത്തിയ രാജകുടുംബാംഗം അമീർ സൗദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിനെയും സംഘത്തെയും റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തെരുവിൽ അഴിഞ്ഞാടിയ സൗദി രാജകുടുംബാംഗവും സംഘവും നിരവധി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തത്. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവാണ് റിയാദ് പോലീസിനോട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആജ്ഞാപിച്ചത്.
എത്രയും വേഗം സംഭവത്തിലെ പ്രതികളെയെല്ലാം അവരെത്ര ഉന്നതരായാലും എല്ലാവരെയും പിടികൂടി ജയിലിലടക്കണമെന്ന് സൽമാൻ രാജാവ് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഒരു നിലയിലും വെച്ചു പൊറുക്കപ്പെടാൻ കഴിയാത്ത അതിരുകവിഞ്ഞ ആക്രമണങ്ങളാണ് ഇവർ നടത്തിയത്. ഇവർ നടത്തിയ ഓരോ അക്രമങ്ങളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണങ്ങൾ നടത്തി നിയമം അനുശാസിക്കുന്ന ശക്തമായ ശിക്ഷ നൽകണമെന്നും ആക്രമണങ്ങളിൽ ഇരകളായവരുടെ സാക്ഷിമൊഴികൾ കേൾക്കണമെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും ആക്രമിക്കപ്പെട്ടവർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്നും റിയാദ് പോലീസിന് രാജാവ് നൽകിയ ആജ്ഞാകുറിപ്പിൽ പറയുന്നു. രാജകുടുംബാംഗവും സംഘവും ജനങ്ങളെ വെറുതെ ആക്രമിക്കുകയും അനാവശ്യ പദപ്രയോഗങ്ങളിലൂടെ അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന എല്ലാവരെയും പിടികൂടുവാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമപരമായ ശിക്ഷകൾ വിധിച്ച് അതിന്റെ പകർപ്പ് രാജസന്നിധിയിലേക്ക് അയക്കാതെ ആരെയും പുറത്തു പോകുവാൻ അനുവദിക്കരുതെന്നും രാജ്യത്ത് സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനും വിദേശികളുടെയും സ്വദേശികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അഴിഞ്ഞാട്ടവും അക്രമവും പ്രതിരോധിക്കുന്നതിനും രാജ്യത്ത് തുല്യനീതി നടപ്പിൽ വരുത്തുന്നതിനും ഇത് ആവശ്യമാണെന്നും സൽമാൻ രാജാവ് അഭിപ്രായപ്പെട്ടു. അക്രമം നടത്തിയവരുടെ സ്ഥാനമാനങ്ങളോ പ്രത്യേകതകളോ എന്തായാലും നിയമം കയ്യിലെടുക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇത്തരം സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും നിയമത്തിന്റെ പഴുതിലൂടെ പ്രതികൾ രക്ഷപ്പെടുന്നതിനെതിരെയും ശക്തമായ ശിക്ഷ നൽകണമെന്നും ആജ്ഞാകുറിപ്പിൽ പറയുന്നു. രാജാവിന്റെ ഉത്തരവുണ്ടായ തൽക്ഷണം തന്നെ റിയാദ് പോലീസ് അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതിയായ രാജകുടുംബാംഗത്തെ പിടികൂടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദിയിൽ മാന്യമായ വേഷം ധരിക്കാതെ പൈതൃക ഗ്രാമത്തിൽ സഞ്ചരിച്ചതിന് അറസ്റ്റിലായ യുവതിയെ പോലീസ് വിട്ടയച്ചു. ഇക്കാര്യം സാംസ്കാരിക വിനിമയ വകുപ്പ് മന്ത്രാലയം സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ചയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ യുവതിയെ തടങ്കലിൽ പാർപ്പിച്ചിട്ടില്ലെന്നും ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. മോഡലായ 27-കാരി ഹുലൂദിനെയാണ് പോലീസ് ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത അന്നു തന്നെ മോഡലിനെ വിട്ടയച്ചു. സൗദിയിലെ ഷഖ്റയിലെ ഉഷൈഖർ പൈതൃക ഗ്രാമത്തിൽ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് സന്ദർശനത്തിനെത്തിയ യുവതിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. ഇതിനെ തുടർന്ന് യുവതിയെ അനുകൂലിച്ചും എതിർത്തും ധാരാളം പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെ പോലീസ് സൈബർ ക്രൈം നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ബന്ധുവിനോടൊപ്പം പൈതൃക ഗ്രാമം സന്ദർശിച്ചിരുന്നതായി യുവതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എന്നാൽ യുവതി അറിയാതെ മറ്റാരോ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. വീഡിയോ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരുടേതാണെന്ന് അറിയില്ലെന്നും യുവതി പോലീസിന് മൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് പ്രോസിക്യൂഷൻ തീരുമാനിച്ചു. തുടർന്നാണ് യുവതിയെ വിട്ടയച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഒരു വർഷത്തിനിടെ 2646 പരാതികൾ സ്വീകരിച്ചതായി സൗദി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 70% സ്വദേശികളും 30% വിദേശികളുമാണ് പരാതി സമർപ്പിച്ചതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയരായവർക്കെതിരെയുള്ള കേസുകളിലെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്. പൗരത്വം, ഗാർഹിക പീഡനം, തൊഴിലിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, മനുഷ്യക്കടത്ത് തുടങ്ങി വിവിധ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കമ്മീഷന് ലഭിച്ചതെന്ന് കമ്മീഷൻ വക്താവ് മുഹമ്മദ് അൽ മഅ്ദി പറഞ്ഞു. പരാതികളിൽ 70% റിയാദ് പ്രവിശ്യയിൽ നിന്നാണ്. 1522 പുരുഷന്മാരും 1124 വനിതകളുമാണ് പരാതി സമർപ്പിച്ചത്. 1801 പരാതികൾ കമ്മീഷൻ പരിശോധിച്ചു തീർപ്പാക്കി. 716 പരാതികൾ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്നും 129 പരാതികൾ പഠിച്ചു വരികയാണെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. 900 പരാതികൾ റിയാദ് പ്രവിശ്യയിലും 744 പരാതികൾ മക്ക പ്രവിശ്യയിൽ നിന്നും ലഭിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് 331 പരാതികളും അസീറിൽ നിന്ന് 193 പരാതികളും ലഭിച്ചു. ജിസാൻ, തബൂക്ക് എന്നിവിടങ്ങളിൽ നിന്നും 1% പരാതിയുമാണ് ലഭിച്ചതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവർത്തനം ക്രോഡീകരിക്കുന്നതിന്റെ ഭാഗമായി ഷറഫിയ അൽ നൂർ ക്ലിനിക് കേന്ദ്രമാക്കി ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അൽ നൂർ പോളി ക്ലിനിക് MD ഖാലിദ് അൽ ഹർബിയാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഹെൽപ്പ് ഡെസ്ക് എല്ലാ ദിവസവും രാത്രി 9 മുതൽ 11 മണി വരെ പ്രവർത്തിക്കും. വോളണ്ടിയർ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 500-ലധികം വോളണ്ടിയർമാരാണ് ഹാജിമാരെ സേവിക്കാൻ ഈ വർഷം ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ കീഴിലുണ്ടാവുക.
അങ്കമാലി NRI അസോസിയേഷൻ അബുദാബി ചാപ്റ്റർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ഈ മാസം 28-ന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ രക്തദാന ക്യാമ്പ് നടത്തും. ഖാലിദിയ മാളിന് സമീപത്തെ അബുദാബി ബ്ലഡ് ബാങ്ക് ആശുപത്രിയിലാണ് ക്യാമ്പ് നടക്കുക. മറ്റു വാർത്തകളിലേക്ക്. നഴ്സുമാരുടെ കുറഞ്ഞ ശമ്പളം 20,000 രൂപയാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ തീരുമാനം. 50 ബെഡുകൾ വരെയുള്ള ആശുപത്രികളിലെ നഴ്സുമാർക്ക് ഈ ശമ്പളം ലഭിക്കും. അതിനു മുകളിലുള്ള ആശുപത്രികളിലെ വേതന നിരക്ക് തീരുമാനിക്കാൻ ഉദ്യോഗസ്ഥ സമിതി രൂപീകരിച്ചു. പരിശീലന കാലയളവ് സംബന്ധിച്ച പരാതികളും സമിതി പരിഗണിക്കും. ഒത്തുതീർപ്പ് വ്യവസ്ഥകളായതോടെ നഴ്സുമാർ സമരം അവസാനിപ്പിച്ചു. നഴ്സുമാരുടെ കുറഞ്ഞ വേതനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിർദ്ദേശം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി മാനേജ്മെന്റുകളോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് 50 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിലെ നഴ്സുമാരുടെ കുറഞ്ഞ ശമ്പളം 20,000 രൂപയാകും. 50 കിടക്കകൾ വരെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയായിട്ടാണ് ആ കമ്മിറ്റി നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാനത്ത് പൊതുവെ നടപ്പാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഇന്ന് ഈ യോഗത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. 50-ന് മുകളിൽ കിടക്കകളുള്ള ആശുപത്രികളിലെ വേതന നിരക്ക് 4-അംഗ ഉദ്യോഗസ്ഥ സമിതി തീരുമാനിക്കും. പരിശീലന കാലയളവ്, സ്റ്റൈപ്പൻഡ് തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാതികളും സമിതി അന്വേഷിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. സമരം ചെയ്തതിന്റെ പേരിൽ നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കരുതെന്നും മുഖ്യമന്ത്രി മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചു. തീരുമാനങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുന്നതായി നഴ്സുമാരുടെ സംഘടനകളായ UNA-യും INA-യും അറിയിച്ചു. സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. ആ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്. ഇത് നഴ്സിംഗ് സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. സർക്കാർ നിർദ്ദേശം പാലിക്കുമെന്ന് മാനേജ്മെന്റുകളും വ്യക്തമാക്കി. 3 ആഴ്ച നീണ്ട സമരത്തിനും 7 തവണ നടന്ന ചർച്ചകൾക്കുമൊടുവിലാണ് നഴ്സുമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനമായത്. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇലക്ടറൽ കോളേജിൽ പോൾ ചെയ്ത വോട്ടിന്റെ 65%-ലധികം നേടിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറിനെ 72-കാരനായ രാംനാഥ് കോവിന്ദ് തോൽപ്പിച്ചത്. BJP-യിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടക്കും. KR നാരായണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ വീണ്ടും ഇന്ത്യയുടെ പ്രഥമ പൗരനാവുകയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ഒഴിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലെയും MP-മാരും സംസ്ഥാന നിയമസഭകളിലെ MLA-മാരും അടങ്ങുന്ന 4,851 പേരാണ് വോട്ട് ചെയ്തത്. രാംനാഥ് കോവിന്ദിന് 7,02,044 വോട്ട് മൂല്യമുള്ള 2,930 വോട്ടുകളാണ് ലഭിച്ചത്. മീരാകുമാറിന് 3,76,314 വോട്ട് മൂല്യമുള്ള 1,844 വോട്ടുകൾ ലഭിച്ചു. ജയിക്കാൻ വേണ്ടിയിരുന്നത് 5,44,680 വോട്ടുകൾ മാത്രം. കോവിന്ദിന് 65.65%, മീരാകുമാറിന് 34.35% വോട്ടുകളാണ് ലഭിച്ചത്. രാംനാഥ് കോവിന്ദ് വിജയിച്ചതായി റിട്ടേണിംഗ് ഓഫീസർ അനൂപ് മിശ്ര അറിയിച്ചു. തുടർന്ന് വിജയിക്കുള്ള സർട്ടിഫിക്കറ്റ് റിട്ടേണിംഗ് ഓഫീസർ കോവിന്ദിന് കൈമാറി. has been duly elected to the office of the President of India. പോൾ ചെയ്ത വോട്ടിൽ 77 എണ്ണം അസാധുവായി. അതിൽ 21 എണ്ണം MP-മാരുടേതാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായി 6 സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ ചോർന്നു. ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ വോട്ടുകളാണ് ചോർന്നത്. കോൺഗ്രസിന് ഗോവയിലുള്ള 17 വോട്ടിൽ 6ഉം ഗുജറാത്തിലെ 60-ൽ 11 എണ്ണവും ചോർന്നു. പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും കോവിന്ദിന് അധികമായി 2 വോട്ടുകൾ വീതം ലഭിച്ചു. രാംനാഥ് കോവിന്ദിന് ക്രോസ് വോട്ടിങ്ങിലൂടെ 116 വോട്ടുകൾ അധികം ലഭിച്ചതായി BJP നേതാക്കൾ അവകാശപ്പെട്ടു. കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ രാംനാഥ് കോവിന്ദിന് ലഭിച്ചത് 1 വോട്ട് മാത്രം. ഇത് ജീവിതത്തിലെ വൈകാരിക നിമിഷമെന്ന് നിയുക്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പിന്നീട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംനാഥ് കോവിന്ദിനെ സന്ദർശിച്ച് അനുമോദനങ്ങൾ അറിയിച്ചു. അതേസമയം മതേതരത്വത്തിനും അടിസ്ഥാന വർഗത്തിനും വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് മീരാകുമാർ വ്യക്തമാക്കി. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഈ ഓണത്തിന് ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് 7,000 ടൺ അരി വരും. ആന്ധ്ര സർക്കാർ നേരിട്ട് അരി സംഭരിച്ച് കേരളത്തിന് നൽകും. ചരിത്രത്തിലാദ്യമായാണ് ആന്ധ്ര സർക്കാർ നേരിട്ട് അരി സംഭരിച്ച് കേരളത്തിന് നൽകുന്നത്. ഭക്ഷ്യമന്ത്രി P. തിലോത്തമനും ആന്ധ്ര ഉപമുഖ്യമന്ത്രി K. കൃഷ്ണമൂർത്തിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ധാരണാപത്രത്തിൽ ഉടൻ ഒപ്പുവയ്ക്കും. ആദ്യഘട്ട അരി വിഹിതം ഓഗസ്റ്റ് ആദ്യവാരം കേരളത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഓണത്തിന് ശേഷവും ആന്ധ്ര സർക്കാർ കേരളത്തിന് അരി സംഭരിച്ച് നൽകും. ഇടവേള.